മുഖ്യമന്ത്രി ചർച്ചയുടെ ഭാഗമായി യുഡിഎഫിലെ ഫ്ലക്സ് പോരിനിടെ എൽഡിഎഫിലും ഫ്ലക്സ് വിവാദം. തിരുവനന്തപുരം കുളത്തൂരിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഫ്ലക്സ് ഉയർത്തി ഒരു വിഭാഗം പ്രവർത്തകർ രംഗത്തെത്തി. മുഖ്യമന്ത്രി ചർച്ചയുടെ ഭാഗമായി യുഡിഎഫിലെ ഫ്ലക്സ് പോരുകൾക്കിടയിൽ എൽഡിഎഫിലും ഫ്ലക്സ് വിവാദം. തിരുവനന്തപുരം കുളത്തൂരിൽ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഫ്ലക്സ് ഉയർത്തി ഒരു വിഭാഗം പ്രവർത്തകർ. പണാധിപത്യം തുലയട്ടെ, ജനാധിപത്യം വളരട്ടെ, പാർട്ടിയാണ് വേണ്ടത്, വ്യക്തികളല്ല, നമ്മുടെ പ്രസ്ഥാനത്തെ നമുക്ക് തിരിച്ചു തരൂ തുടങ്ങിയവയാണ് ഫ്ലക്സിലെ വാചകങ്ങൾ. കുളത്തൂർ സഖാക്കൾ എന്ന പേരിലാണ് കുളത്തൂർ ജംഗ്ഷനിൽ ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടത്. കടകംപള്ളിക്കൊപ്പം കഴക്കൂട്ടം ഏരിയ കമ്മിറ്റി അംഗം ശ്യാം മോഹന്റെയും ചിത്രം ഫ്ലക്സിലുണ്ട്. തിരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടി വിട്ടുപോയവരെ തിരിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട മേഖലയിൽ വലിയ വിഭാഗീയത നിലനിന്നിരുന്നതായും സൂചനയുണ്ട്. തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ പാർട്ടിക്ക് സംഭവിച്ച കനത്ത തിരിച്ചടിയെ തുടർന്നാണ് നേതാക്കൾക്കെതിരെ ഫ്ലക്സ് ഉയർത്തിയതെന്നാണ് വിവരങ്ങൾ. കൊരട്ടിമാമ്പ്രയിൽ കിടക്ക കമ്പനിയിലുണ്ടായ അഗ്നിബാധ പരിഭ്രാന്തി സൃഷ്ടിച്ചു. വൻ നാശനഷ്ടം സംഭവിച്ചു. ലാമിയർ മദ്രാസ് എന്ന കമ്പനിയാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. കൊരട്ടി മാമ്പ്രയിൽ കിടക്ക കമ്പനിയിൽ അഗ്നിബാധ, വൻ നാശനഷ്ടം. ലാമിയർ മാട്രസ് എന്ന കമ്പനിയാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. അമീർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള കമ്പനിയിൽ രാവിലെ 7 മണിയോടെയാണ് അഗ്നിബാധയുണ്ടായത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് ഫയർഫോഴ്സും പോലീസും ഉടൻ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. കിടക്കകളും സ്പോഞ്ച് സാമഗ്രികളും കൂടുതലായിരുന്നതിനാൽ തീ അതിവേഗം പടർന്നു. മണിക്കൂറുകളോളം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാനായത്. പരിസര പ്രദേശങ്ങളിലെ വീടുകളിലേക്കും മറ്റ് കെട്ടിടങ്ങളിലേക്കും തീ പടരാതിരിക്കാൻ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മുൻകരുതലുകൾ സ്വീകരിച്ചത് ആശ്വാസമായി. ഷോർട്ട് സർക്യൂട്ട് അല്ല തീപിടുത്തത്തിന് കാരണമെന്നാണ് ഉടമ അമീർ നൽകുന്ന വിവരങ്ങൾ. പോലീസിൽ പരാതി നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു. ചാലക്കുടി, പുതുക്കാട്, മാള, അങ്കമാലി, ആലുവ എന്നിവിടങ്ങളിൽ നിന്ന് ഫയർ യൂണിറ്റുകൾ എത്തിയാണ് ഏറെ ശ്രമകരമായി തീയണച്ചത്. കർണാടകയിലുണ്ടായ വാഹനാപകടത്തിൽ 2 മലയാളികൾക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. കൃഷ്ണഗിരിയിലുണ്ടായ വാഹനാപകടത്തിലാണ് പാലക്കാട് സ്വദേശികളായ 2 പേരാണ് മരണമടഞ്ഞത്. കർണാടകയിൽ വാഹനാപകടം, 2 മലയാളികൾക്ക് ദാരുണാന്ത്യം. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. കൃഷ്ണഗിരിയിലുണ്ടായ വാഹനാപകടത്തിൽ പാലക്കാട് സ്വദേശികളായ 2 പേരാണ് മരിച്ചത്. ഒരാൾക്ക് ഗുരുതര പരിക്കേറ്റു. ടയർ പഞ്ചറായതിനെ തുടർന്ന് റോഡരികിൽ നിർത്തിയിട്ട കാറിന്റെ ടയർ മാറ്റുന്നതിനിടെ കാറിൽ ലോറി ഇടിച്ചു കയറിയാണ് അപകടം സംഭവിച്ചത്. ഒറ്റപ്പാലം സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. പട്ടാമ്പി കരിമ്പുള്ളി തെക്കേതിൽ വീട്ടിൽ വിനീതിന്റെ ഭാര്യ ദിവ്യ, ദിവ്യയുടെ അനിയൻ ഒറ്റപ്പാലം പനമണ്ണ സ്വദേശി ദീപു എന്നിവരാണ് മരിച്ചത്. ദിവ്യയുടെ ഭർത്താവ് വിനീതിനാണ് ഗുരുതര പരിക്കേറ്റത്. വിനീതിന്റെയും ദിവ്യയുടെയും കുട്ടികളും ബന്ധുക്കളുമടക്കം 8 പേരാണ് വാഹനത്തിലുണ്ടായിരുന്നത്. ബംഗളൂരുവിൽ നിന്നും വരുന്ന വഴിയാണ് അപകടം സംഭവിച്ചത്. റോഡരികിൽ നിർത്തിയിട്ട വാഹനത്തിന്റെ ടയർ മാറുന്നതിനിടെ സമാന പാതയിലൂടെ വന്ന ലോറി ഇടിച്ചു കയറുകയായിരുന്നുവെന്നാണ് വിവരങ്ങൾ. തിരുവല്ലാമലയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. കുത്താംപുള്ളി റോഡിൽ നാലിൻ ചുവടിന് സമീപം ഉണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ കൈറംപാറ സ്വദേശി അരുൺ സായിയാണ് മരണപ്പെട്ടത്. ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. തിരുവല്ലാമല കുത്താംപുള്ളി റോഡിലെ ആലിൻചോടിന് സമീപമുണ്ടായ അപകടത്തിലാണ് ബൈക്ക് യാത്രക്കാരനായ കയറമ്പാറ സ്വദേശി അരുൺ സായി മരണപ്പെട്ടത്. കഴിഞ്ഞ രാത്രിയോടെയാണ് അപകടം സംഭവിച്ചത്. നിയന്ത്രണം വിട്ട ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിക്കുകയായിരുന്നുവെന്നാണ് പ്രാഥമിക വിവരങ്ങൾ. അരുണിനൊപ്പം ബൈക്കിലുണ്ടായിരുന്ന 20 സ്വദേശിയെ ഗുരുതര പരിക്കുകളോടെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അപകടത്തെ തുടർന്ന് പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. തൃശൂർ വടക്കാഞ്ചേരിയിൽ കാറും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തു. വടക്കാഞ്ചേരി പരുത്തിപ്രയിൽ കാറും ഓട്ടോറിക്ഷയും തമ്മിൽ കൂട്ടിയിടിച്ച അപകടം. ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ഗുരുതര പരിക്കേറ്റു. അപകടത്തിന്റെ നിരീക്ഷണ ക്യാമറ ദൃശ്യങ്ങളും പുറത്തുവന്നു. വടക്കാഞ്ചേരി പത്താങ്കല്ല് സ്വദേശി പുത്തൻപുരയ്ക്കൽ വീട്ടിൽ 60 വയസ്സുള്ള വിൽസനാണ് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റത്. ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ പരുത്തിപ്രയിൽ വെച്ച എതിർദിശകളിൽ വരികയായിരുന്ന വാഹനങ്ങളാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് തെറിച്ചു വീണാണ് ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് പരിക്കേറ്റത്. കാർ യാത്രക്കാരി കിള്ളിമംഗലം നെടുമറ്റത്തിൽ വീട്ടിൽ 58-കാരി ലിസിക്കും അപകടത്തിൽ പരിക്കേറ്റു. പരിക്കേറ്റവരെ ഓടിക്കൂടിയ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി
യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിറമെഴുതിയ സുദിനം പ്രിയകരമതിമൃദുലം ശുഭകരം മനഹിതം അണിയുക കനകം ചിരി പകരണ നിമിഷം നിറയണ നറുഹൃദയം ശുഭകരം മനഹിതം അണിയുക കനകം താരമുകിൽ പൂവുകളിൽ മഞ്ഞു പകരുന്ന മധുഗണം സ്നേഹമുഖം ചേരുമുടൽ പൊന്നായി മിന്നുന്നു നിന്മനം സ്വർണമുഖി 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 ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സൂര്യപ്രഭയുടെ സ്വർണ്ണമുഖം.